ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടു. ആക്ച്വലി വീഡിയോ ഞാൻ കുറേ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും അതിൻ്റെ ട്രെൻഡ് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. വീണ്ടും ആ സെയിം സംഭവം റിപ്പീറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോനെ കുറിച്ച് ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. Let me crack this egg. One, two, three. Hey! That wasn't very nice. That wasn't very nice. Can I do it to you? A little bit of salt in it. And then you have to mix it really. What you get? What the fuck? I'm gonna crack one egg. Oh shit! What the fuck are you doing? ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, ഇത് ഒരു കൈൻഡ് ഓഫ് ട്രെൻഡാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെൻഡായിട്ട് ഒരു കാലത്ത് ഫോളോ ചെയ്ത് കൊണ്ടിരുന്നൊരു സംഭവമാണ്. ഈ സെയിം സാധനം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ മുട്ട തലമ്മ തട്ടിച്ച് പൊട്ടിക്കുമ്പോൾ ആ കുട്ടികളുടെ റിയാക്ഷൻ നോക്കണം. സത്യം പറഞ്ഞാൽ ഇത് കുട്ടികളോട് പറഞ്ഞിട്ടല്ലേ പൊട്ടിക്കണം. അവർ അറിയാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൊട്ടിക്കുമ്പോൾ അവരുടെ ഒരു റിയാക്ഷനാണ് ഇവർക്ക് തമാശയായിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തമാണല്ലോ. ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾ ലൈഫ് ലോങ് നമ്മളെ കൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട കുട്ടികളാണെന്നുള്ള കാര്യം ഈ പേരൻസോ ആരോ ആവട്ടെ, റിലേറ്റീവ്സ് ആരോ ആവട്ടെ, അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ ഒരു നിമിഷ നേരത്തേക്കുള്ള തമാശ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ തന്നെ ചില വീഡിയോസ് കണ്ടാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുട്ടികൾ എത്ര വയലൻ്റ് ആയിട്ടാണ് തിരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാങ്ക് കുട്ടികളോട് കാണിക്കുമ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുക, ഓക്കെ ഇത് അക്സെപ്റ്റഡ് ആണ്, അപ്പോൾ തിരിച്ചും എനിക്ക് ഇതുപോലെ വയലൻ്റ് ആയിട്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാം എന്നുള്ളൊരു നെഗറ്റീവ് മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ചില കുട്ടികൾ ഉൾവലിഞ്ഞു പോകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാങ്കിൻ്റെ ചെറിയ ഭാഗങ്ങളാണ്. ഇതിനേക്കാളും വലിയ പ്രാങ്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. മരിച്ച ഡെഡ് ബോഡി വെച്ചിട്ട് ഇത് പേരൻ്റ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്ന അങ്ങനെ പല പ്രാങ്കുകളും നമ്മൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രാങ്കുകൾ കാണിച്ചു കഴിഞ്ഞാൽ, അതല്ലാതെ ഇങ്ങനത്തെ കുസൃതികൾ കുട്ടികളോട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെടുക്കുന്ന ലാഘവത്തോടെ അവരെടുത്തോളണമെന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ അത്ര അവർ ഡെവലപ്പ് ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും കുട്ടികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും, ചില കുട്ടികൾക്ക് ഫിയർ ആയിരിക്കും, ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള ഫിയർ. ചില ആളുകൾക്ക് അത് ഒരു കൈൻഡ് ഓഫ് വയലൻസ് ആണ് അവരിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ ഓക്കെയാണ്, നോർമലാണെന്നുള്ളൊരു കൈൻഡ് ഓഫ് ഫീൽ ഉണ്ടാവും. അത് പല കുട്ടികൾ പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. ചില കുട്ടികൾ ഉൾവലിഞ്ഞു പോകും. അതുപോലെ തന്നെ സോഷ്യൽ വയലൻസ് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ഇതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. മാതാപിതാക്കളോടുള്ള ദേഷ്യം ഉള്ളിലുള്ള കുട്ടികളുണ്ടാവും. തമാശക്കാണെങ്കിൽ കൂടെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നെ ഇൻസൾട്ട് ചെയ്തല്ലോ, എന്നെ പ്രൊവോക്ക് ചെയ്തല്ലോ എന്നുള്ള ചിന്തകളൊക്കെ കുട്ടികളുടെ അടുത്തുണ്ടാവും. അപ്പോൾ അതൊന്നും എന്താ പറയുക നല്ലതല്ല, കുട്ടികളെ ഹെൽത്തിന് നല്ലതല്ല. അവർ ഇമോഷണൽ ഗ്രോത്ത് നല്ല രീതിയിൽ നടക്കൂല. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളെ ഇരയാക്കിയിട്ട് ഇതുപോലെ ഒരു മോശപ്പെട്ട പ്രാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി യൂറോപ്പിൽ തുടങ്ങി വെച്ച ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ഓഫ് പ്രാങ്ക് ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ കുറേ പേര് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യാനെടുത്ത വീഡിയോ ഇതാണെന്ന് മാത്രം. ഈ സെയിം സംഭവം തന്നെ, സെയിം കോണ്ടന്റ് തന്നെ പല രീതിയിൽ കുട്ടികളോട് ഇന്ത്യൻ പേരൻസ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നല്ലതല്ല. ഇപ്പോൾ പ്രാങ്കുകളിൽ നിന്നെല്ലാം കുട്ടികളെങ്കിലും മാറ്റി നിർത്താൻ ഞാൻ പ്രാങ്കിനോടേ എതിരാണ്. കാരണം വളരെ മോശപ്പെട്ടൊരു സംഭവം. അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് കുട്ടികളെങ്കിലും മാറ്റി നിർത്തുക. കുട്ടികളെങ്കിലും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അവർക്കിപ്പോൾ ചെറുപ്പത്തിൽ വേണ്ടത് കരുതലും അതുപോലെ തന്നെ സ്നേഹവും പിന്നെ അതുപോലെ തന്നെ സംരക്ഷണമൊക്കെയാണ്. അപ്പോൾ അതിന് ടാമ്പർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അത് പോസിറ്റീവ് ആയിരിക്കില്ല റെസ്പോൺസ് ഉണ്ടാവുക. സോ ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ശരി, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.